നമസ്കാരം. തനിനിറം വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. ദിവസങ്ങളായുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ശേഷമാണ് അന്തിമ തീരുമാനം പുറത്തുവന്നത്. കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. ദിവസങ്ങളായുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ശേഷമാണ് അന്തിമ തീരുമാനം പുറത്തുവന്നത്. AICC വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനമുണ്ടായത്. AICC നിരീക്ഷകരും കേന്ദ്ര നേതൃത്വവും ചേർന്നാണ് തീരുമാനം അറിയിച്ചത്. തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിനകത്ത് നീണ്ട ചർച്ചകളും കൂടിക്കാഴ്ചകളും നടന്നിരുന്നു. UDF നിയമസഭാ കക്ഷി നേതാവായും വി.ഡി. സതീശനെ തിരഞ്ഞെടുത്തതോടെയാണ് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വഴി തെളിഞ്ഞത്. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് സർക്കാരിനെതിരെ ശക്തമായ നിലപാടുകളും ജനകീയ ഇടപെടലുകളും നടത്തിയ സതീശൻ ഇനി സംസ്ഥാനത്തിന്റെ ഭരണ ചുമതല ഏറ്റെടുക്കും. പുതിയ മന്ത്രിസഭയുടെ രൂപീകരണവും സത്യപ്രതിജ്ഞാ ചടങ്ങും സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനവും ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങളുടെയും പട്ടിക അന്തിമഘട്ട ചർച്ചകളിലാണ്. ഘടകകക്ഷികളുമായി കോൺഗ്രസ് നേതൃത്വം തുടർ ചർച്ചകളും നടത്തുകയാണ്. പാലക്കാട് കഞ്ചിക്കോട് കൊയ്യാരമരക്കാട് കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു. പാലക്കാട് നിന്നും കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് കഞ്ചിക്കോട് കൊയ്യാമരക്കാട് കാർ നിയന്ത്രണം വിട്ട് റോഡിൽ തലകീഴായി മറിഞ്ഞു. പാലക്കാട് നിന്നും കോയമ്പത്തൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെയോടെയാണ് അപകടം സംഭവിച്ചത്. കാർ യാത്രികരായ 4 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഇവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. റോഡിലുണ്ടായിരുന്ന ഡിവൈഡറിൽ തട്ടിയാണ് വാഹനം തലകീഴായി മറിഞ്ഞതെന്നാണ് വിവരങ്ങൾ. സംഭവത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ മെറ്റൽ സ്പാനർ, മെറ്റൽ റിംഗ് എന്നിവ കുടുങ്ങി. വടക്കാഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിലെ അംഗങ്ങളും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും ചേർന്ന് ഏറെ ശ്രമകരമായി നീക്കം ചെയ്തു. യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ മെറ്റൽ സ്പാനർ, മെറ്റൽ റിംഗ് എന്നിവ കുടുങ്ങി. വടക്കാഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിലെ അംഗങ്ങളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരും ചേർന്ന് ഏറെ ശ്രമകരമായി നീക്കം ചെയ്തു. കഴിഞ്ഞ രാത്രിയോടെയായിരുന്നു സംഭവം. പള്ളിപ്പുറം സ്വദേശിയായ യുവാവിനെയാണ് ജനനേന്ദ്രിയത്തിൽ 22 സൈസുള്ള മെറ്റൽ സ്പാനറും ഇരുമ്പിന്റെ ഒരു വളയവും കുരുങ്ങി ഊരിപ്പോകാൻ പറ്റാതെ മൂത്രം പോകാത്ത അവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. തുടർന്നാണ് ആശുപത്രിയിൽ നിന്നും ഡോക്ടർ ഷബീൽ വടക്കാഞ്ചേരി അഗ്നിശമന സേനയുടെ സഹായവും തേടിയത്. അത്യാഹിത വിഭാഗത്തിലെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ ഉടൻ തന്നെ ഇലക്ട്രിക് കട്ടർ, ബോൾട്ട് കട്ടർ എന്നിവ ഉപയോഗിച്ച 1 മണിക്കൂറോളം പരിശ്രമിച്ചാണ് സ്പാനറും മെറ്റൽ റിംഗും കട്ട് ചെയ്ത് യുവാവിനെ രക്ഷപ്പെടുത്തിയത്. തുടർന്നുള്ള ചികിത്സ ഡോക്ടർമാരും ഏറ്റെടുത്തു. വളരെ ശ്രമകരമായി ദൗത്യം വിജയിപ്പിക്കാൻ കരുതൽ നിറഞ്ഞ പ്രവർത്തനം നടത്തിയ അഗ്നിശമന സേനാംഗങ്ങളെ ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും അഭിനന്ദിച്ചു. വടക്കാഞ്ചേരി സ്റ്റേഷൻ ഓഫീസർ TK നിതീഷ്, സീനിയർ ഓഫീസർ ഷിൻഡു, FROമാരായ മുരളീധരൻ, ഷിബു, അഭിജിത്ത്, അഖിൽ, അജിത്, അക്ഷയ, സിവിൽ ഡിഫൻസ് അംഗം രഞ്ജിത്ത് തുടങ്ങിയവരാണ് രക്ഷാപ്രവർത്തനത്തിൽ കണ്ണികളായത്. പാലക്കാട് പട്ടാമ്പിയിൽ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്കെത്തിച്ച നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടി. പരുത്തൂർ കുളമുക്ക് സ്വദേശി മുണ്ടംകുളത്ത് മുസ്തഫയുടെ വീട്ടിൽ നിന്നുമാണ് 8 കിലോയിലധികം ഹാൻസ് ശേഖരം പിടികൂടിയത്. പട്ടാമ്പി എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഹാൻസ് ശേഖരം പിടികൂടിയത്. വിൽപ്പനയ്ക്കെത്തിച്ച 8 കിലോയിലധികം ഹാൻസ് ആണ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. ചെറുകിട വ്യാപാരികളും യുവാക്കളുമാണ് പ്രധാന ഉപഭോക്താക്കളെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. ചില്ലറ വിൽപ്പനക്കാർക്ക് ഹാൻസ് നൽകുന്നയാളെ കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ശക്തമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് മോഹന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ K വസന്തകുമാർ, ER രാജേഷ്, അനൂപ് രാജ്, നിതിൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ആരതി, സുരേഷ് തുടങ്ങിയ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കരാട്ടെ ജീവിത ലഹരിയാക്കി കുടുംബം. പൊതുപ്രവർത്തനത്തിനൊപ്പം കരാട്ടെ ജീവിത ലഹരിയാക്കിയ കോൺഗ്രസ് നേതാവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ജില്ലയിൽ UDFനെ നയിക്കാൻ കരുത്തുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിത്വം. കരാട്ടയിൽ 4 പതിറ്റാണ്ട് പിന്നിട്ട് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയ തൃശൂർ DCC സെക്രട്ടറി കൂടിയായ പൂമല പുളിയൻമാക്കൽ വീട്ടിൽ ജിജോ കുര്യനാണ് ശ്രദ്ധേയനാവുന്നത്. ജിജോയുടെ വസതിയിലെ എല്ലാവരും കരാട്ടെ അഭ്യാസികളാണ്. സംസ്ഥാനത്തെ UDFന്റെ തിളക്കമാർന്ന വിജയം ആഘോഷിക്കുന്നതിനൊപ്പം കുടുംബാംഗങ്ങൾ കരാട്ടെ അഭ്യസിക്കുന്ന തിരക്കിലുമാണ്. ഭാര്യ റോസമ്മ, സഹോദരൻ ജോജോ കുര്യൻ,
ഭാര്യ ജിൻസി, മക്കളായ ജിരൺ കുര്യൻ, ജാൻവി, ജോവാൻ, എഡ്രിൻ, സെറ, മരുമകൾ ഡോക്ടർ പ്രിയങ്ക തുടങ്ങി വിവിധ തലമുറകളിൽപ്പെട്ട മുഴുവൻ പേരും കരാട്ടയിലൂടെ വളർന്നുവരുന്ന അപൂർവ കാഴ്ചയും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ കാണാം. പൊതുപ്രവർത്തനം പോലെ അത്രമേൽ പ്രിയപ്പെട്ടതാണ് ജിജോയ്ക്ക് കരാട്ടയും. കരാട്ടെ ജീവിതം ആരംഭിക്കുന്നത് 1979 തുടക്കം കളരിയിലൂടെ. ഒപ്പം കരാട്ടയും 1.5 വർഷത്തിനപ്പുറം പൂർണ്ണമായും കരാട്ടയിലേക്ക് മാറി. കരാട്ടെ പഠിക്കണമെങ്കിൽ കളക്ടറുടെയോ SP-യുടെയോ പോലീസ് മേധാവികളുടെയോ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമായിരുന്നു ആ കാലഘട്ടത്തിലെന്ന ജിജോ ഓർത്തെടുക്കുന്നു. അല്ലെങ്കിൽ സ്കൂളിൽ ഒരു ക്ലാസ്സിലും ചേരാൻ പറ്റില്ല എന്നതായിരുന്നു അവസ്ഥ. ആളുകൾ അത്ഭുതത്തോടും പേടിയോടെയും കരാട്ടെ നോക്കിക്കാണുന്ന കാലം. സിനിമാ സ്ക്രീനിലൂടെ ആക്ഷൻ താരം ബ്രൂസ്ലിയോടുള്ള ആരാധനയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ കരാട്ടെ സ്വപ്നം പിറന്നത്. അന്നത്തെ യുവാവിന്റെ മനസ്സിൽ കത്തിയ തീപ്പൊരി ഇന്നും അണഞ്ഞിട്ടില്ല. പകൽ മണ്ണിനോട് മല്ലടിക്കുന്ന കൃഷിപ്പണി, വൈകുന്നേരങ്ങളിൽ കരാട്ടെ പരിശീലനം. പതിറ്റാണ്ടുകൾക്കിപ്പുറം ജിജോ കുര്യൻ ട്രഡീഷണൽ ഷോട്ടോക്കാൻ കരാട്ടയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലെത്തി. 45 വർഷങ്ങൾക്കിടയിൽ ഏകദേശം 30,000-ഓളം കുട്ടികളെ കരാട്ടെ പഠിപ്പിച്ചു. അവരിൽ 300-ലധികം പേർ ബ്ലാക്ക് ബെൽറ്റ് നേടി. തൃശൂരിൽ മാത്രം 7ഓളം സ്കൂളുകളിൽ അദ്ദേഹത്തിന്റെ ക്ലാസുകൾ ഇന്നും തുടരുന്നു. സഹോദരൻ ജോജോ കുര്യൻ 6ാമത് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുണ്ട്. മദ്യം, രാസലഹരി എന്നിവയിൽ നിന്നെല്ലാം അകലം പാലിക്കാൻ കരാട്ടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാധിക്കുമെന്നാണ് ജിജോയുടെ ഭാഷ്യം. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ചകളൊന്നും തങ്ങളെ ബാധിച്ചിരുന്നില്ലെന്നും ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് ആരെയായാലും സ്വീകാര്യമാണ് എന്നതായിരുന്നു തങ്ങളുടെ നിലപാടെന്നും ജിജോ കുര്യൻ വ്യക്തമാക്കി. കുട്ടികളെ വെറുതെ ഇരുന്ന് കൊറോണ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ നോക്കി കുട്ടികൾ വഷളായി ഒരു ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികൾ മാറി മൊബൈലിൽ നോക്കുന്ന സമയത്ത് കുറച്ചു നേരം മൊബൈലിൽ നോക്കണം, കാലഘട്ടത്തിനനുസരിച്ചുകൂടെ. പക്ഷേ അവർ പോകുന്ന വഴി തെറ്റുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കരാട്ടെ എന്ന് പോലെയുള്ള കലകളിൽ, ആയോധന കലകളിൽ കുട്ടികളെ നിർബന്ധമായി പറഞ്ഞു വിടുകയാണെങ്കിൽ കുട്ടികൾ റാഗിങ്ങിന് പോയാൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ, തൊട്ടാവാടികൾ പോലെയുള്ള കുട്ടികൾ ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. 3 വർഷമെങ്കിലും കരാട്ടെ അഭ്യസിച്ചാൽ ഒരു കുട്ടിയും റാഗിങ്ങിനോ ഉപരിപഠനത്തിന് പോകുമ്പോൾ റാഗിങ് കിട്ടുമ്പോൾ ആത്മഹത്യ ചെയ്യില്ല, മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റ് ആവില്ല, സ്വന്തം ശരീരത്തെ സ്നേഹിക്കും, കുടുംബത്തെ സ്നേഹിക്കും, ഒപ്പം നാടിനെയും രാജ്യത്തെ സ്നേഹിക്കും. അങ്ങനെ പുതിയൊരു പുത്തൻ തലമുറ, നല്ലൊരു തലമുറയെ ഇന്ത്യയിലേക്ക് വളർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 30,000 കുട്ടികളെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ചിലർ വൈറ്റ് ബെൽറ്റ് നിർത്തിപ്പോവും, ചിലർ 6 മാസം കൊണ്ട് നിർത്തും, 1 വർഷം കൊണ്ട് നിർത്തും. 300 കുട്ടികൾ ഏകദേശം ബ്ലാക്ക് ബെൽറ്റിൻ്റെ മുകളിൽ അച്ചീവ് ചെയ്തു. 10-15 ഇൻസ്ട്രക്ടേഴ്സ് എൻ്റെ കൂടെയുണ്ട്, സീനിയർ അധ്യാപകർ എൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം. എൻ്റെ വിദ്യാർത്ഥികളാണ് എൻ്റെ അഭിമാനം, അവരാണ് എൻ്റെ നേട്ടം. കരാട്ടെ അപ്പോൾ എല്ലാവരും കരാട്ടെ പ്രാക്ടീസ് ചെയ്യണം. രാഷ്ട്രീയം ഒരു വഴിക്ക് പോകട്ടെ, ആര് മുഖ്യമന്ത്രി ആവട്ടെ, മുഖ്യമന്ത്രിയെ ജനങ്ങൾ സ്വീകരിച്ചോളും. ആര് മുഖ്യമന്ത്രിയാണ്, എല്ലാവർക്കും അവരുടേതായ കഴിവുണ്ട്, ആരും മോശക്കാരല്ല, എല്ലാവർക്കും കഴിവുണ്ട്. ആരെ അപമാനിക്കാതെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം, ചിരി പകരണ നിമിഷം, നിറയണ നറുഹൃദയം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുകണം, സ്നേഹമുഖം ചേരുമുടൽ, പൊന്നായി മിന്നുന്നു നിന്മനം. സ്വർണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.